ഏകദേശം 650 ബില്യൺ വിലമതിക്കുന്ന 97 തേജസ് ജെറ്റ് ആണ് ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള എയറോസ്പേസ് നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL ഇപ്പോൾ സ്വകാര്യ ഇന്ത്യൻ കമ്പനികളുമായി സഹകരണം വർദ്ധിപ്പിക്കുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചാൽ, ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് മാർക്ക് 1A യുദ്ധവിമാനങ്ങളുടെ ഉൽപാദനം വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്വകാര്യ മേഖലയുമായി HAL മുന്നോട്ട് പോകുന്നത്. 2023 നവംബറിൽ ഈ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇതിനുള്ള അംഗീകാരം നൽകിയിരുന്നു. ഇതിൽ 83 തേജസ് മാർക്ക് 1A വിമാനങ്ങൾക്കായുള്ള അംഗീകാരം 2021 ജനുവരിയിൽ കരാർ ഉറപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ പുതിയ ഓർഡറുമായി മുന്നോട്ട് പോകുന്നത്. അതായത് ഈ രണ്ട് ഓർഡറും തമ്മിൽ സംയോജിപ്പിച്ച് മൊത്തം 150 യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയിലേക്ക് എത്താൻ പോകുന്നത്. IAFന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ഇതിന്റെ നിർമ്മാണ ശേഷി ഇപ്പോൾ ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് HAL. 2025-26 സമയപരിധിക്കുള്ളിൽ പ്രതിവർഷം ഏകദേശം 24 തേജസ് വിമാനങ്ങൾ നിർമ്മിക്കാനാണ് ഈ കമ്പനി ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ബാംഗ്ലൂരിലെ നിലവിലുള്ള ഉൽപാദന ലൈനുകളിലൂടെയും 2024 അവസാനത്തോടെ പ്രവർത്തനക്ഷമമാകാൻ തീരുമാനിച്ചിരുന്ന മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള ഒരു പുതിയ സൗകര്യത്തിലൂടെയുമാണ് ഈ വർദ്ധിച്ച ഉൽപാദനം HAL കൈവരിക്കാൻ സാധിക്കും. നമ്മുടെ പഴയ MiG-21, MiG-27 ജഗ്വാർ വിമാനങ്ങൾ മാറ്റി സ്ഥാപിക്കാനാണ് ഇന്ത്യൻ വ്യോമസേന പദ്ധതിയിട്ടിരിക്കുന്നത്. ഈ വിമാനങ്ങളുടെ പ്രധാന ഭാഗങ്ങൾ ഇപ്പോൾ L&Tയും ടാറ്റ എയറോസ്പേസ് തുടങ്ങിയ കമ്പനികളാണ് കൂടുതൽ ഇതിൽ സമഗ്രമായ റോളുകൾ ഏറ്റെടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇങ്ങനെ സ്വകാര്യ മേഖലയുടെ സഹകരണം കാണിക്കുന്നതിനൊരു ഉദാഹരണമായിരുന്നു 2025 മാർച്ചിൽ സ്വകാര്യ സ്ഥാപനമായ ആൽഫ ടൊക്കോൾ മാർക്ക് 1A ആദ്യത്തെ ഔട്ട്സോഴ്സ് ചെയ്ത റിയർ ഫ്യൂസലേജ് വിഭാഗം വിതരണം ചെയ്തു. HAL ഈ തേജസ് യുദ്ധവിമാനത്തിന്റെ ഉൽപാദനം കൈവരിക്കുന്നതിൽ വളരെയധികം വെല്ലുവിളികളാണ് നേരിടുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ GE എയറോസ്പേസിന് F404 എഞ്ചിനുകൾ ലഭിക്കുന്നതിൽ ഉള്ള കാലതാമസമാണ് ഇതിന്റെ പ്രധാന കാരണം. 2025 മാർച്ച് മുതൽ 12 എഞ്ചിനുകൾ വിതരണം ചെയ്യാൻ GE എയറോസ്പേസ് പ്രതിജ്ഞാബദ്ധമാണ് എങ്കിലും വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് HAL ഇപ്പോൾ സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ DRDO ഇപ്പോൾ ഒരു സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. നിർണായകമായ ഹൈപ്പർസോണിക് ആയുധ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്ന തിരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇനിയുണ്ടാകും. അതായത് ദീർഘകാല സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിലൂടെ ഇന്ത്യയുടെ ഹൈപ്പർസോണിക് സാങ്കേതിക വികസനത്തിൽ പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഒരു സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുന്നു. 2025 ഏപ്രിൽ 25-ന് DRDOയുടെ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ലബോറട്ടറിയായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി 1000 സെക്കൻഡിലധികം നീണ്ടു നിൽക്കുന്ന ഒരു ദീർഘകാല ആക്റ്റീവ് കൂൾഡ് സ്ക്രാംജെറ്റ് സബ്സ്കെയിൽ കമ്പസ്റ്റർ ഗ്രൗണ്ട് ടെസ്റ്റ് വിജയകരമായി ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. ഹൈദരാബാദിൽ പുതിയതായി സ്ഥാപിതമായ അത്യാധുനിക സ്ക്രാംജെറ്റ് കണക്ട് ടെസ്റ്റ് ഫെസിലിറ്റിയിലാണ് ഈ പരീക്ഷണം നടത്തിയത്. ഇത് ഇന്ത്യയുടെ ഹൈപ്പർസോണിക് പ്രൊപ്പൽഷൻ കഴിവുകളിൽ ഗണ്യമായ പുരോഗതിയാണ് കാണിച്ചിരിക്കുന്നത്. 2025 ജനുവരിയിൽ നടത്തിയ 120 സെക്കൻഡ് നീണ്ടുനിന്ന മുൻ പരീക്ഷണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പരീക്ഷണ ദൈർഘ്യത്തിൽ ഏകദേശം 8 മടങ്ങ് വർധനവാണ് ഇപ്പോൾ ഈ നേട്ടം കാണിക്കുന്നത്. ജനുവരിയിൽ ഇത് 120 സെക്കൻഡ് ആണെങ്കിൽ ഏപ്രിൽ ഇന്നിപ്പോൾ ഇത് 1000 സെക്കൻഡിലധികമാണ് നീണ്ടുനിന്നത്. ചലിക്കുന്ന ഭാഗങ്ങളൊന്നുമില്ലാതെ ഹൈപ്പർസോണിക് വേഗതയിൽ പ്രവർത്തിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു നൂതന വായു ശ്വസന എഞ്ചിനാണ് സ്ക്രാംജെറ്റ്. പരമ്പരാഗത ജെറ്റ് എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ജ്വലന പ്രക്രിയയിലുടനീളം സ്ക്രാംജെറ്റുകൾ സൂപ്പർസോണിക് വായു പ്രവാഹമാണ് നിലനിർത്തുന്നത്. ഇത് വാഹനത്തിലെ മാക് 5 അതായത് മണിക്കൂറിൽ 6100 കിലോമീറ്ററിൽ കൂടുതൽ വേഗത കൈവരിക്കാനും അത് നിലനിർത്താനും സാധിക്കും. ഇപ്പോൾ നമ്മുടെ DRDO പരീക്ഷിച്ച് വിജയിച്ച ഇതിനെ തണുപ്പിക്കുന്ന ഈ സംവിധാനം സുസ്ഥിരമായ ഹൈപ്പർസോണിക് പറക്കലിലുണ്ടാകുന്ന തീവ്രമായ താപനില കൈകാര്യം ചെയ്യുന്നതിന് നിർണായകമാണ്. ഫലപ്രദമായ തണുപ്പിക്കൽ ഇല്ലെങ്കിൽ ഹൈപ്പർസോണിക് വേഗതയിൽ അനുഭവപ്പെടുന്ന തീവ്രമായ താപസമ്മർദ്ദങ്ങളിൽ സ്ക്രാംജെറ്റ് ഘടന പെട്ടെന്ന് പരാജയപ്പെടും. 1000 സെക്കൻഡ് ദൈർഘ്യമുള്ള വിജയകരമായ പരീക്ഷണം ദീർഘകാല സ്ക്രാംജെറ്റ് ജ്വലനത്തിന്റെ രൂപകൽപ്പനയെയും പരീക്ഷണ സൗകര്യത്തിന്റെ കഴിവുകളെയും സാധൂകരിക്കുന്നു. ഇപ്പോഴത്തെ ഈ 1000 സെക്കൻഡ് ദൈർഘ്യമുള്ള പരീക്ഷണം വിജയകരമായതോടെ സിസ്റ്റം ഉടൻ തന്നെ പൂർണ്ണ തോതിലുള്ള പറക്കാൻ യോഗ്യമായ ജ്വലന പരീക്ഷണത്തിന് തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു സമ്പൂർണ്ണ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ അന്തിമ പറക്കൽ പരീക്ഷണത്തിലേക്കുള്ള ഒരു നിർണായക ചുവടുവയ്പ്പാണ് ഇത്. അത്തരം നൂതന ആയുധങ്ങളുടെ വികസന സമയപരിധി സാധാരണയായി നിരവധി വർഷങ്ങൾ നീണ്ടു നിൽക്കും. എന്നാൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ വിജയകരമായ പരീക്ഷണം എന്നത് ഇന്ത്യ സ്ഥിരമായ പുരോഗതി കൈവരിക്കുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 26 റാഫേൽ മറൈൻ യുദ്ധ വിമാനങ്ങൾക്കായി ഫ്രാൻസുമായി 63,887 കോടി കരാറിൽ ഇന്ത്യ തിങ്കളാഴ്ച ഔപചാരികമായി ഒപ്പുവെക്കും എന്നാണ് പറയുന്നത്.
ഇന്ത്യൻ നാവികസേനയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർണായകമായ ഒരു കരാറാണിത്. ഈ പാക്കേജ് എന്ന് പറയുന്നത് ഏകദേശം 22 സിംഗിൾ സീറ്റ് റാഫേലം ജെറ്റുകളും 4 ഇരട്ട സീറ്റ് ജെറ്റുകളും അതോടൊപ്പം തന്നെ ഇതിന്റെ അനുബന്ധ ആയുധ സംവിധാനങ്ങളും ക്രൂ പരിശീലനത്തിലുള്ള സിമുലേറ്ററുകളും അറ്റകുറ്റപ്പണി പ്രവർത്തനങ്ങൾ പിന്തുണ 5 വർഷത്തെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള ലോജിസ്റ്റിക്സ് ക്രമീകരണം എന്നിവയാണ്. നമ്മുടെ INS വിക്രമാദിത്യയിലും തദ്ദേശീയമായി നിർമ്മിച്ച INS വിക്രാന്തിലും ഇനി ഈ റാഫേലം ജെറ്റുകൾ ഉണ്ടായിരിക്കും. ഈ യുദ്ധവിമാനങ്ങൾ കാരിയർ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ്. ഇതുപോലുള്ള ഇന്ത്യയുടെ പ്രതിരോധ വാർത്തകൾ അറിയുന്നതിനു വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.